ട്യൂട്ടോറിയൽ മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ഞാൻ പാർട്ട് 3 വരെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ 3 വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്, പാർട്ട് 4 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻ്റർഫറൻസ് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഫസ്റ്റ് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രകാശത്തിലെ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം എന്ന് പറയുന്നത്. ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണവും പ്രകാശത്തിന്റെ വിസരണം തന്നെയാണ്. കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. സമുദ്രജലം നീല നിറത്തിലുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം എന്താണ്? ഈ വിസരണം തന്നെയാണ്. അപ്പോൾ ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ലോർഡ് റെയ്ലിയാണ്. അപ്പോൾ CV രാമനും ലോർഡ് റെയ്ലിയും തമ്മിൽ മാറിപ്പോവരുത്. കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. അതുപോലെ തന്നെ ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം കറുപ്പായിരുന്നേനെ. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ കറുപ്പ് നിറത്തിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ പ്രകാശത്തിന്റെ വിസരണം സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് കറുപ്പ് നിറം കാണപ്പെടുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോകാം. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ളയാണ്. അടുത്ത് നമുക്ക് പ്രകീർണനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നോക്കാം. ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം. എന്താണ് ഈ പ്രകീർണനം എന്ന് പറയുന്നത്? സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തിനെയാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. അപ്പം ഈ ഓരോരോ ടോപ്പിക്കിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഞാൻ പറഞ്ഞു ഇൻ്റർഫറൻസിൽ നിന്നിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളികളിലും ഒക്കെ കാണപ്പെടുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണമാകുന്നുള്ള പ്രതിഭാസം ഏതാണ്? ഇൻ്റർഫറൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മഴവിൽ ഉണ്ടാകുന്നതിനുള്ള മറ്റു കാരണങ്ങൾ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റ്യൻ ആണ് മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രതിഭാസം ഏതെന്നുള്ളത്. പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസം കാരണമാണ് മഴവിൽ ഉണ്ടാകുന്നത്. മഴവിൽ ഉണ്ടാകുന്നതിനുള്ള മറ്റു കാരണങ്ങളാണ് അപവർത്തനം, പൂർണ്ണാന്തരിക പ്രതിഫലനം. ഇവയൊക്കെ മഴവിലിൻ്റെ മറ്റു കാരണങ്ങൾ തന്നെയാണ്. അപ്പം ഈ അപവർത്തനം എന്താണ്, പൂർണ്ണാന്തരിക പ്രതിഫലനം എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. മഴവില്ലിൻ്റെ ആകൃതി ഏതാണ്? അർദ്ധവൃത്താകൃതിയാണല്ലേ. നമുക്കറിയാം മഴവിലിൻ്റെ ആകൃതി. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ചുവപ്പ്. അതും ഞാൻ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിബ്ജിയോർ, മഴവില്ലിലെ നിറങ്ങൾ വേണ്ടിയിട്ട് വിബ്ജിയോറിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കാണുന്ന നിറം ചുവപ്പാണ്. മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണ്ണം വയലറ്റ് ആണ്. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണെന്ന് പറയുന്നത് 14.8 ഡിഗ്രി കോണിലാണ് വയലറ്റ് നിറം കാണപ്പെടുന്നത്. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോൺ എത്രയാണ്? 42.8 ഡിഗ്രി. മഴവില്ലുണ്ടാകുന്നത് സൂര്യൻ്റെ എതിർദിശയിലാണ്. കിഴക്ക് ഭാഗത്ത് സൂര്യനുള്ളപ്പോൾ മഴവില്ല് രൂപപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. അടുത്ത ടോപ്പിക്ക് പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസത്തിനെയാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. ശരീരത്തിലെ ആന്തരഭാഗങ്ങൾ കാണാനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നതും ഈ പൂർണ്ണാന്തരിക പ്രതിഫലനം തന്നെയാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നിതും പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസും. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസത്തിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്.
ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. അടുത്ത ടോപ്പിക്ക് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഹെർഷൽ. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വിസരണം കുറവായതിനാലാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടയിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? ഇൻഫ്രാറെഡ് കിരണമാണ്. അതുപോലെ തന്നെ TV റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണവും ഇൻഫ്രാറെഡ് ആണ്. ദൈവം പ്രകാശത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുന്നു. ഗോഡ്സ് സെപ്പറേറ്റിംഗ് ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ് എന്ന പെയിന്റിംഗ് വരച്ച വിശ്വചിത്രകാരനാണ് മൈക്കൽ ആഞ്ചലോ. അടുത്തത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെ വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സൂര്യാഘാതം അല്ലെങ്കിൽ സൺബേൺ ഉണ്ടാകുവാൻ കാരണമാകുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. നെയ്യിലെ മായം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന കിരണം കൂടിയാണ് അൾട്രാ വയലറ്റ്. സൂര്യനിൽ നിന്നുമുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളിയാണ് ഓസോൺ പാളി, അല്ലേ? ഈ ഓസോൺ പാളി അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഒരുപാട് അൾട്രാ വയലറ്റ് കിരണങ്ങളെ എത്തിക്കാത്തത്. കാരണം അത് അപകടകാരിയായിട്ടുള്ള കിരണങ്ങളാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടായത് കാരണമാണ് ഇപ്പോൾ ഒരുപാട് അൾട്രാ വയലറ്റ് കിരണങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഓസോണിൻ്റെ നിറം എന്താണ്? ഇളം നീലയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ്. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. ശരീരത്തിൽ വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം കൂടിയാണ് അൾട്രാ വയലറ്റ്. കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വിക്ടർ ഹെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂത്രാശയക്കല്ല് പൊടിച്ചു നീക്കം ചെയ്യുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്.